ഹായ് കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു ഗണിതമന്ദിരം ചാനൽ. കുറച്ച് ദിവസമായി നമ്മൾ തമ്മിൽ കണ്ടിട്ട്. അപ്പോൾ ഇനി എന്തൊക്കെ പ്രവർത്തനങ്ങൾ നമുക്ക് നോക്കണം. പേജ് നമ്പർ 119 ആവർത്തന ഗുണനം എന്ന പാഠത്തിൽ കോഷൻ്റ് ഓഫ് പവേഴ്സ്, അതായത് കൃതികളുടെ ഹരണം എന്ന ഭാഗമുണ്ട്. അത് 119, 120, 121 പിന്നെ 122 അതിൻ്റെ വർക്കുകൾ കിടക്കുന്നത്. ഒന്നോ രണ്ടോ എക്സാമ്പിൾ പറഞ്ഞതിന് ശേഷം പേജ് നമ്പർ 122 പ്രവർത്തനങ്ങളിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ എക്സാമൊക്കെ വരാൻ പോവുകയാണ്, നന്നായിട്ട് പഠിക്കുക. അപ്പോൾ എന്തൊക്കെയാണ് പ്രവർത്തനങ്ങൾ അല്ലേ, ഇന്ന് എന്തൊക്കെയാണ് ക്ലാസ്സിൽ പഠിക്കേണ്ടത്, സമയം കളയണ്ട, വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിലെ പ്രവർത്തനം തന്നെയാണ്, നമുക്കൊന്ന് നോക്കാം. 256 ഹരിക്കണം 32 എത്രയാണ്? ചോദ്യം നിങ്ങൾ എഴുതുക. വാട്ട് ഈസ് 256 ഡിവൈഡഡ് ബൈ 32? നമുക്ക് ഇങ്ങനെ ഒരു ചോദ്യം തന്നിട്ടുണ്ടെങ്കിൽ ഇത് എത്രയാണെന്ന് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് ഈ രീതിയിലും ചിന്തിച്ചു തുടങ്ങാം. വളരെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? അഭാജ്യ ഘടകങ്ങളായിട്ട് ഘടകക്രിയ ചെയ്യണം. 256 അഭാജ്യ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കണം. അതിന് നമ്മളുടെ മുന്നിലുള്ള വഴി നമുക്കെല്ലാവർക്കും അറിയാം, ഫാക്ടറൈസേഷൻ. ഓക്കെ, ശരിക്കും ഇത് ചെയ്യേണ്ട ആവശ്യമില്ല, എനിക്കൊക്കെ ഇത് കാണാപ്പാടാണ്. 2⁸ ആണ് 256. നമ്മൾ കുറച്ചിങ്ങനെ ചെയ്തു വരുമ്പോൾ നമ്മൾ പഠിക്കും. 32 എന്ന് പറയുന്നത് 2⁵5 ആണ്. നമുക്ക് ഏതായാലും നോക്കാം. ഇവിടെ 2 കൊണ്ട് ഹരിക്കാൻ ഹാഫ് കാണാം, 128 വരിക. വീണ്ടും 2 കൊണ്ട് 64, വീണ്ടും 2 കൊണ്ട് 32, 2 കൊണ്ട് 16, 2, 8, 2, 4, 2, 2. നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8 രണ്ടുകൾ ഇവിടെ എഴുതാം. 2 × 2 × 2 × 2 സമം 2⁸8. ഇങ്ങനെ നിങ്ങൾ എഴുതുന്ന സമയത്ത് ഒന്ന് എണ്ണിയും കൂടെ നോക്കുക, അല്ലെങ്കിൽ ചിലപ്പം ഒരു 2 മിസ്സിങ് ആയാലോ. ഇവിടെ 2, 4, 6, 8 കറക്റ്റാണ്. ഇനി നമുക്ക് അതേപോലെ 32-ൻ്റെയും നമുക്ക് എഴുതാം. 32 ഇനി വേറെ എഴുതി കണ്ടുപിടിക്കണോ? വേണ്ട, നമുക്ക് ഇവിടെയുണ്ട് 32. ഇത്രയും ഭാഗം നമുക്ക് നോക്കിയാൽ മതി. ഇവിടെ നോക്കൂ, 1, 2, 3, 4, 5 രണ്ടുകൾ അല്ലേ. അപ്പോൾ ഇവിടെ എഴുതാം 2 ഗുണിക്കണം 2 ഗുണിക്കണം 2 ഗുണിക്കണം 2 ഗുണിക്കണം 2 സമം 2⁵5, 2⁵5 ആണ്. ഇനി നമ്മളുടെ മുന്നിലുള്ള ചോദ്യചിഹ്നം എന്താണ്? ഇവിടെ നമുക്കറിയാം 256 ഹരിക്കണം 32. ഇതിനെ നമുക്ക് 2⁸8 ഹരിക്കണം 2⁵5 ഇങ്ങനെ എഴുതാം. പക്ഷെ സാധാരണ രീതിയിൽ ഇത് ഭിന്ന രൂപമായിട്ടാണ് എഴുതുക. അപ്പം നമുക്ക് നോക്കാം. 2⁸8 ഹരിക്കണം 2⁵5. ഇനി ഇവിടെ നമ്മൾ നേരത്തെ ഇതിൻ്റെ ഗുണനം പഠിച്ചതാണ്. x⁻m × x⁻n സമം x⁻m + n ആണ്. അങ്ങനെയായാൽ തിരിച്ചൊന്ന് നമ്മൾ ചിന്തിച്ച് നോക്കൂ. ഈ 2⁵5 2⁵5നോട് ഏതോ ഒരു സംഖ്യ ഗുണിച്ചപ്പോൾ നമുക്ക് 2⁸8 കിട്ടി. ഏതാണ് ആ സംഖ്യ? നമ്മളുടെ മുന്നിലേക്ക് ആ നിയമം, ഈ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ ആ നിയമങ്ങളെല്ലാം എടുത്തു പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ലാസ്റ്റ് നമ്മൾ ആ പഠിച്ച കാര്യം നമ്മളുടെ മെമ്മറിയിലേക്ക് കൊണ്ടുവരിക. ഈ സംഖ്യയെ ഏതോ ഒരു സംഖ്യ കൊണ്ട് ഗുണിച്ചപ്പോൾ ഇത് കിട്ടി. നമുക്കറിയാം, ഗുണിക്കുമ്പോൾ കൃത്യംഗങ്ങൾ തമ്മിൽ കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് ഈ രീതിയിൽ ചിന്തിച്ചുകൂടെ? 5നോട് എത്ര കൂട്ടിയാൽ 8 കിട്ടും? 5നോട് എത്ര കൂട്ടിയാൽ 8 കിട്ടും? 3 ആണ് അല്ലേ. അത് ചിന്തിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെയും കൂടെ ചിന്തിക്കണം കേട്ടോ. വലിയൊരു സംഖ്യയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കും അല്ലേ. 5നോട് എത്ര കൂട്ടിയാൽ 8 കിട്ടും? അപ്പോൾ 8ൽ നിന്ന് 5 കുറയ്ക്കുക. 8ൽ നിന്ന് 5 കുറയ്ക്കുമ്പോൾ എന്താണ് നമുക്ക് കിട്ടുന്നത്? 3. അപ്പോൾ ഇവിടെ എന്താ വരിക? 2⁵3 ആണ് വരുന്നത്. ഇനി നമ്മൾ തിരിച്ചു വരൂ. 2⁸8നെ 2⁵5 കൊണ്ട് ഹരിച്ചാൽ എന്താണ് കിട്ടുക? 2⁵3 ആണ് കിട്ടുക.
അല്ലേ? അപ്പം അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇവിടെ എന്ത് ചെയ്താൽ മതി? 8-ൽ നിന്ന് 5 കുറച്ചാൽ മതി. അപ്പം 2:8 കുറയ്ക്കണം 5. അപ്പം നമുക്ക് എന്ത് കിട്ടുന്നു? 2:3 എന്ന് കിട്ടുന്നു. ഇങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ മറ്റൊരു ചിന്തയും കൂടെ കടന്നു പോകണം. അതായത് ഇവിടെ നമുക്കറിയാം, ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്, ഇവിടെ നോക്കൂ, ഇവിടേക്കൊന്ന് നോക്കിയാൽ മതി. ഇവിടെ എത്ര രണ്ടുകളുണ്ട്? 8 രണ്ടുകൾ ഡിവൈഡഡ് ബൈ ഇവിടെ താഴെ എത്ര രണ്ടുകളാണ് വരിക? 5 രണ്ടുകൾ. അപ്പൊ 8 രണ്ടുകളിൽ നിന്ന് 5 രണ്ടുകൾ പോവുക. അതായത് ഇതും വെട്ടിപ്പോവും, ഇതും വെട്ടും, ഇതും വെട്ടും, ഇതും വെട്ടും, ഇതും വെട്ടും. ബാക്കി ഇവിടെ എന്താണ് വരുന്നത്? 2:3 തന്നെയാണ് വരുന്നത്. ഇവിടെ നോക്കൂ, നമുക്ക് എല്ലാ കണക്കും ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? ഈ ഒരു രീതിയിൽ ചിന്തിക്കുക. ഇതും കൂടെ പറഞ്ഞു തന്നു എന്ന് മാത്രം. ഇത് ഞാൻ ഇവിടെ നേരത്തെ എഴുതിയതായതുകൊണ്ടാണ് കുറേ അടിയിലേക്ക് വന്നത് കേട്ടോ. തൊട്ടടിയിലേക്കാണ് എഴുതേണ്ടത്. ഓക്കെ ആയോ? ഒരു എക്സാമ്പിളും കൂടെ നമുക്കൊന്ന് നോക്കാം. അടുത്ത ചോദ്യം, 5:6 ഹരിക്കണം 5:4. അപ്പം നിങ്ങൾ പറയും, ടീച്ചറെ നേരത്തെ ഇങ്ങനെയല്ലല്ലോ തന്നത്. അല്ല, നേരത്തെ നമുക്ക് സംഖ്യ തന്നു, അതിന് അഭാജ്യ സംഖ്യകളായിട്ട് ഘടകക്രിയ ചെയ്തു. ഇതിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല. ഇവിടെ നമുക്ക് ഘടകക്രിയ ചെയ്തതാണ് തന്നിട്ടുള്ളത്. അപ്പോൾ എളുപ്പമാവുമല്ലേ ചെയ്തത്? അപ്പം ഇവിടെ നോക്കാം, 5:6 ഹരിക്കണം 5:4. നമുക്കറിയാം ഇതിനെ നമ്മൾ ഭിന്ന രൂപത്തിൽ എഴുതിയതാണ് ഇത്. ഇനി നമ്മൾ എന്താ ചിന്തിക്കേണ്ടത്? 5:4 ഏതോ ഒരു സംഖ്യ കൊണ്ട് ഗുണിച്ചപ്പോൾ 5:6 കിട്ടി. നോക്കൂ, 5:4 ഏതോ ഒരു സംഖ്യ കൊണ്ട് ഗുണിച്ചപ്പോൾ 5:6 കിട്ടി. ഏത് സംഖ്യയായിരിക്കും ഇവിടെ വരിക? അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമുക്ക് മറിച്ച് ഒന്നും കൂടെ ചിന്തിക്കാം. നമുക്കറിയാം ഇത് തമ്മിൽ ഗുണിക്കുമ്പോൾ കൃത്യങ്ങൾ തമ്മിൽ കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു, ആൻസർ കിട്ടിക്കഴിഞ്ഞു. കിട്ടാത്തവർക്ക് ഒന്നും കൂടെ നമുക്ക് സിമ്പിളായിട്ട് ചിന്തിക്കാം. 4നോട് എത്ര കൂട്ടിയാൽ നമുക്ക് 6 കിട്ടും? അപ്പം എന്ത് ചെയ്താൽ മതി? 6-ൽ നിന്ന് 4 അങ്ങോട്ട് കുറയ്ക്കുക. അപ്പം ഇവിടെ എന്താ കിട്ടുക? 5:2. നോക്കൂ, 5:4 ഗുണിക്കണം 5:2 എന്ന് പറയുമ്പോൾ 5:4 കൂട്ടണം 2 = 5:6. ഇവിടെ 6 അഞ്ചുകളുണ്ട്, ഇവിടെ 4 അഞ്ചുകളുണ്ട്. ശ്രദ്ധിക്കണേ, 6 അഞ്ചുകളാണ്. 5 × 5 × അങ്ങനെ 6 എണ്ണം. ഇവിടെ 5 4 എണ്ണം. അപ്പം ഇവിടെ നിന്ന് 6 5-ൽ നിന്ന് 4 5 പോയാൽ ബാക്കി എത്ര അഞ്ചാ വരിക? നമ്മൾ കണ്ടെത്തി, 5². അപ്പം ഇവിടെ എന്ത് ചെയ്താൽ മതി? 5:6 കുറയ്ക്കണം 4 എത്രയാ വരിക? 5:2. പക്ഷെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇവിടെ മറ്റൊരു കാര്യം കൂടെ ചിന്തിക്കേണ്ടതുണ്ട്. ന്യൂമറേറ്റർ നോക്കുക, ഡിനോമിനേറ്റർ നോക്കുക. അംശവും ഛേദവും. അംശത്തിലെ കൃത്യങ്ക അല്ലേ വലുത്, ഛേദത്തിലെ കൃത്യങ്കം ചെറുതല്ലേ? അങ്ങനെ വരുമ്പോൾ മാത്രമേ ഇത് നമുക്ക് പറ്റുള്ളൂ. അതായത് അംശത്തിലെ കൃത്യങ്കമായിരിക്കണം വലുത് വരേണ്ടത്, എങ്കിലേ നമുക്ക് ഈ രീതിയിൽ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ പറയുമ്പോൾ അതിൻ്റെ മറിച്ചൊരു വശം ഉണ്ട് എന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ ഇപ്പം ഇരിക്കട്ടെ. ഇനി നമുക്കതിൻ്റെ ജനറൽ പ്രിൻസിപ്പിൾ, അതായത് പൊതുതത്വം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 121 നിങ്ങൾ എഴുതി ഇത് ചുറ്റോട് ചുറ്റും വരച്ചൊക്കെ ഇടണം. നമുക്കൊന്നും കൂടി ഒന്ന് നോക്കാം. ഇപ്പം പറഞ്ഞ കാര്യം തന്നെയാണ്. x 0 ഏത് സംഖ്യയും m n ഇവ m വലുതാണ് n ആയ ഏത് എണ്ണൽ സംഖ്യകളും ആയാലും x⁻m by x⁻n സമം x⁻m-n for all numbers x 0 അല്ലാത്ത and for all natural numbers m greater than n. അതായത് x 0 ആകാൻ പാടില്ല. ഇവിടെ x a ആയാൽ a⁻m by a⁻n സമം a⁻m-n ആയിരിക്കും.
ഇനി എക്ക് പകരം ബി എടുക്കാം. ഇവിടെ നമ്മൾ എന്താ പറഞ്ഞത്? എക്സ് ആണ്. ഇപ്പൊ പൂജ്യമല്ലാത്ത ഏത് സംഖ്യയും എന്ന് എടുത്തത് കൊണ്ടാണ് x⁻² എന്ന് വന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് പേജ് നമ്പർ 122 കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്. ഹോംവർക്കാണ്, നമുക്കതൊന്ന് ചെയ്യാം. ആദ്യത്തെ ചോദ്യമാണ്, കാൽക്കുലേറ്റ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. താഴെ തന്നിട്ടുള്ള അവയുടെ ഹരണഫലങ്ങൾ കണക്കാക്കുക. ചോദ്യം ഞാനിവിടെ ആദ്യത്തെ എഴുതിയിട്ടുണ്ട്. 512 ഹരിക്കണം 64. 64ൻ്റെ നമുക്കറിയുന്ന കാര്യമാണ്. എത്രയാണ്? കഴിഞ്ഞ കണക്കിൽ നമ്മൾ ചെയ്തിരുന്നു. ഇനി നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിലും നമുക്കൊന്ന് നോക്കാം. ഏതായാലും 512 ആദ്യം കണ്ടെത്തുക. 512നെ 2 കൊണ്ട്, 500ൻ്റെ പകുതി 250, 12ൻ്റെ 6, അപ്പൊ 250ഉം 6ഉം 256. ഇനി 2 കൊണ്ട് 128, 2 കൊണ്ട് 64, 2 32, 2 16, 2 8, 2 4, 2 2. ഓക്കെ, എത്ര രണ്ടുകളാ? 2 4 6 8 1 9 രണ്ടുകൾ. അപ്പം നമുക്ക് 512 സമം 2⁹ ആണ് വരുന്നത്. ഇനി അടുത്തത് നമുക്ക് 64 സമം 64 ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്കറിയാം 1 2 3 4 5 6 രണ്ടുകളാണ് വരുന്നത്. സമം 2⁻6. നമ്മളിപ്പോൾ പഠിച്ചു, ആ നിയമം പഠിച്ചു, ആ തത്വം എന്താണെന്ന് നമുക്കറിയാം. 512 ഹരിക്കണം 64 എന്ന് പറയുന്നത് 2⁹ ആണ്. ഉടനെ നമ്മളുടെ മനസ്സിലേക്ക് ചിന്ത ഓടിയെത്തുക, 6നോട് എത്ര കൂട്ടിയാൽ 9 കിട്ടും. അത് കിട്ടാൻ വേണ്ടി 2⁹ നിന്ന് 6 അങ്ങോട്ട് മൈനസ് ചെയ്യാം. അങ്ങനെ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുക? 2⁻3 ആണ് കിട്ടുക. പോരാ, ഈ 2⁻3 എത്രയാണ് എന്ന് നിങ്ങൾ എഴുതണം. ഇപ്പം 2⁻3 എന്ന് പറയുമ്പോൾ ചില കുട്ടികൾ എഴുതി വെക്കും 23 അല്ല, 2 ഗുണിക്കണം 2 ഗുണിക്കണം 2 എന്ന് എഴുതിയിട്ട് 8 ആണ് ഇതിൻ്റെ ആൻസർ വരിക. ഇവിടെ നോക്കിയാൽ മതി, 3 രണ്ടുകൾ, 2⁻3 എത്രയാണ് വരുന്നത്? 8 ആണ് വരുന്നത്. ഇനി മറ്റൊരു ചിന്തയും കൂടെ ജസ്റ്റ് ഞാൻ ഇവിടെ ഒന്ന് കാണിക്കുന്നു. ഇത് നിങ്ങൾ ഇത്രയും ഭാഗം മാത്രം അങ്ങോട്ട് നോക്കുക. ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഹരിക്കണം എന്നിട്ട് കഴിഞ്ഞാൽ ഈ 2 ഇത് വെട്ടിപ്പോയി, ഇത് വെട്ടിപ്പോയി, ഇതും വെട്ടിപ്പോയി, ഇത് വെട്ടിപ്പോയി, ഇത് വെട്ടിപ്പോയി, ഇത് വെട്ടിപ്പോയി. ഈ 2 4 2 8 ആണ് ആൻസർ വരിക. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നു എന്ന് മാത്രം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തത് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. അടുത്ത ചോദ്യം 3125 ഹരിക്കണം 125 ആണ്. അപ്പം നമുക്ക് 3125ൻ്റെ ഘടകങ്ങൾ കണ്ടെത്താം. 3125 നമുക്കറിയാം ഇത് 3 പോകൂല. 3 1 3 4 12, 5ൽ 3 ശിഷ്ടമില്ലാതെ പൂർണ്ണമായി പോവില്ല. അപ്പം 5 മാത്രമേ നമുക്ക് പറ്റുള്ളൂ. 5 കൊണ്ട് ഹരിച്ചാൽ നമുക്കറിയാം ആദ്യം 31 എടുക്കുക, 5 6 30, ബാക്കി 1 12, 5 2 10, പിന്നെയോ ബാക്കി റിമൈൻഡർ 2 വരും. ആ 2ഉം 5ഉം കൂടെ ചേർന്ന് വരുമ്പോൾ 25, 5 5 25. ഹരിക്കുന്നത് എങ്ങനെയാണോ അങ്ങനെ തന്നെ. ഇനി അടുത്തത് 5 കൊണ്ട്, 5 6ൽ 1 പ്രാവശ്യം, 12 2 10, 25 5 5 25. ഇനിയും 5 കൊണ്ട് തന്നെ 5 2 10, 2 ബാക്കി 25, 5 5 25. ഇനി 5 5 25. അപ്പം 3125 എന്ന് പറയുമ്പോൾ 5 ഗുണിക്കണം 5 ഗുണിക്കണം 5 ഗുണിക്കണം 5 ഗുണിക്കണം 5 സമം 5⁻5 ആണ് വരുന്നത്. ഇനി 125 ഇവിടെ തന്നെ ഉണ്ട്, നമുക്ക് വേറെ എവിടെയും പോകണ്ട, ഒറ്റ ഇതിൽ നിന്ന് തന്നെ നമുക്ക് കണ്ടെത്താം. അവിടെ 5 ഗുണിക്കണം 5 ഗുണിക്കണം 5 സമം നമുക്ക് കിട്ടുന്നത് 5⁻3 ആണ് കിട്ടുന്നത്. ഇനി 3125/125 എന്ന് പറയുന്നത്
ഭിന്ന രൂപത്തിൽ എഴുതിയാൽ 5⁵5/5³ വരുന്നത്. നേരത്തെ പഠിച്ച കാര്യം നമ്മുടെ മനസ്സിലേക്ക് വരിക. എക്സ് ആണെങ്കിൽ x⁴m/x⁴n സമം m വലുതാണ്. n എങ്കിൽ x⁻m-n. അപ്പൊ നമ്മളുടെ മനസ്സിലേക്ക് വന്നു 5⁵5 നിന്ന് 3 കുറയ്ക്കുക. അപ്പൊ നമുക്ക് എത്രയാ കിട്ടുക? 5² ആണ് കിട്ടുക. അതല്ലെങ്കിൽ തന്നെ നമുക്കറിയാം ഈ 3 5 ഈ 3 5 പോവും, ബാക്കി 2 5കളാണ് വരുന്നത്. ഓക്കെ ആണല്ലോ? ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് ഈ 3 5 ആകാൻ എത്ര വേണം, 3നോട് എത്ര കൂട്ടിയാലാണ് 5 കിട്ടുക. ഇവിടെ കൃത്യങ്കങ്ങളാണ് നോക്കേണ്ടത്. ഓക്കെ ആണല്ലോ? ഇപ്പം നമ്മൾ ചെയ്ത രണ്ടാമത്തെ ചോദ്യത്തിൽ 5² എന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് നിങ്ങൾ എഴുതുമ്പോൾ 5 ഗുണിക്കണം 5 25 എന്ന് നിങ്ങൾ എഴുതണം. ഓക്കെ ആണല്ലോ? ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കയറാം. 243 ഹരിക്കണം 27. അപ്പം 243നെയും 27നെയും ഘടകക്രിയാരീതിയിൽ ചെയ്യുക. അഭാജ്യ ഘടകങ്ങൾ കണ്ടെത്തുക, പ്രൈം നമ്പേഴ്സ്. അപ്പം നമുക്കറിയാം ഇവിടെ 3 പോവുക. 8 3 24, 1 3 3. ഇനിയും 3 കൊണ്ട് തന്നെ 27 വരുന്നത്. ഇനിയും 3 കൊണ്ട് 9 3 3 9. അപ്പം എത്ര 3കളാണ് വരുന്നത്? 5. 3 ഗുണിക്കണം 3 ഗുണിക്കണം 3 ഗുണിക്കണം 3 ഗുണിക്കണം 3 സമം 3⁵5. ഓക്കെ അല്ലേ? അടുത്തത് 27. 27 നമുക്ക് ഇവിടെ ഉണ്ട്. 3 3 9 3 27. അപ്പം നമുക്ക് എഴുതാം 3 ഗുണിക്കണം 3 ഗുണിക്കണം 3 സമം 3³ ഇനി നമുക്ക് 243 ഹരിക്കണം 27. അപ്പം നമുക്ക് എന്ത് ചെയ്യണം? 243 എന്ന് പറയുന്നത് 3⁵5 27 എന്ന് പറയുന്നത് 3³ അപ്പം നമുക്കറിയാം 3 5 ആകണമെങ്കിൽ എന്താണ് വേണ്ടത്? 3നോട് എത്ര കൂട്ടിയാൽ 5 കിട്ടും. അപ്പം നമുക്ക് ചെയ്യാം 3⁵5 കുറയ്ക്കണം 3 സമം 3² 3² എന്ന് മാത്രം എഴുതിയാൽ പോരാ. 3 ഗുണിക്കണം 3 എത്രയാണ് വരുന്നത്? 3 × 3 സമം 9 ആൻസർ വരുന്നത്. ഓക്കെ ആയോ? അടുത്തത് നമുക്ക് നോക്കാം. 1125 ഹരിക്കണം 45. അപ്പം 1125ൻ്റെ ഘടകങ്ങൾ കണ്ടെത്തണം, 45ൻ്റെ ഘടകങ്ങൾ കണ്ടെത്തണം. എന്നിട്ട് 1125/45 നമുക്ക് കണ്ടെത്താം. ഓക്കെ അല്ലേ? 1125. ഇത് നമുക്കറിയാം 3 കൊണ്ട് പോകും. നമുക്കൊന്ന് നോക്കാം. 3 3 9, ബാക്കി 2 22, 7 3 21, ബാക്കി 1 15, 3 5 15. ഇനിയും 3 കൊണ്ട് തന്നെ 1 3 3, 3 2 6 15, 3 5 15. ഇനി പക്ഷെ 3 പറ്റില്ല. ഏതേ പറ്റുള്ളൂ? 5 പറ്റുള്ളൂ. 5 നമ്മൾ നേരത്തെ കണ്ടതാണ്. 25 5 125. ഇനിയും 5 കൊണ്ട് 5 5 25. അപ്പം ഇവിടെ എഴുതുമ്പോൾ 3 ഗുണിക്കണം 3 × 5 ഗുണിക്കണം 5 ഗുണിക്കണം 5 സമം 3² ഗുണിക്കണം 5³ വരുന്നത്. ഇനി നമുക്ക് 45 ഇതിലില്ല. ഇല്ലാത്തത് കൊണ്ട് നമ്മൾ വേറെ കണ്ടെത്തണം. 45 നമുക്ക് ഇവിടെ ഒന്ന് കണ്ടെത്താം. 45 3 കൊണ്ട് പറ്റും. 1 3 3 15, 3 5 15. പിന്നെ 3 കൊണ്ട് 5 3 5 15. അപ്പം ഇവിടെ നമുക്ക് ഇതാണ് നമ്മളുടേത് വരുന്നത്. 3 × 3 × 5 ഇവിടെ എഴുതാം. 3 ഗുണിക്കണം 3 ഗുണിക്കണം 5, അതായത് 3² ഗുണിക്കണം 5 വരുന്നത്. അപ്പം ഇവിടെ 1125/45 എന്ന് പറയുന്നത് 3² ഗുണിക്കണം 5³ ഗുണിക്കണം 5. നോക്കുക, ഇവിടെ നമുക്ക് ഇത് രണ്ടും ക്യാൻസലായി. 3² പറഞ്ഞാൽ 9, താഴെയും 9, പിന്നെ 2ൽ നിന്ന് 2 കുറച്ചാൽ 0 കിട്ടും. അപ്പം അതുകൊണ്ട് അത് പോയി. ഇനിയുള്ളത് എന്താണ്? 5³ മൈനസ് ഇവിടെ 5 എന്ന് പറഞ്ഞാൽ 1 അപ്പോൾ 3ൽ നിന്ന് 1 കുറയ്ക്കുക. അപ്പോൾ 5² കിട്ടുന്നത്. നമുക്ക് കിട്ടുന്നത് 5 × 5 = 25.
ഇങ്ങനെ വരുന്ന സമയത്ത് തെറ്റിപ്പോകാതിരിക്കാൻ നിങ്ങൾക്കിവിടെ കൃത്യംഗം എക്സ്പോണൻ്റ് 1 കൊടുക്കാം. അറിയുന്ന കുട്ടികളാണെങ്കിൽ 1 കൊടുക്കണമെന്ന് നിർബന്ധവും ഇല്ല. ഇവിടെ 3 5 ഉണ്ട്, ഇവിടെ 1 5 ഉണ്ട്. 3 5-ൽ നിന്ന് 1 5 പോയാൽ ബാക്കി 2 5 വരിക. 5 സ്ക്വയർ, 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25. ഓക്കെ ആയില്ലേ? അടുത്ത രണ്ടാമത്തെ ചോദ്യം, റൈറ്റ് ഹാഫ് ഓഫ് 2⁻10 ആസ് എ പവർ ഓഫ് 2. അതായത് 2⁻10ന്റെ പകുതിയെ 2ന്റെ കൃതിയായി എഴുതുക. 2⁻10ന്റെ കൃതിയെ എന്ത് ചെയ്യണം? 2ന്റെ കൃതിയായി എഴുതണം. 2⁻10ന്റെ പകുതി. പകുതി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2�10ന്റെ 2ൽ 1. അതായത് 2⁻10/2. 2⁻10/2. ഉടൻ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുക. ഇവിടെ കൃത്യംഗം 1 കൊടുക്കാം. 2⁻10ൽ നിന്ന് 1 കുറയ്ക്കുക. 2⁻9 ആണ് വരിക. ഇവിടെ പറയുമ്പോൾ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. 2⁻9 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കണ്ടെത്തിയതാണ് 512 ആണ് വരിക. അങ്ങനെയാണെങ്കിൽ 2⁻10 എത്ര വരും? ഇതിനെ ഒരു 2 കൊണ്ട് ഗുണിക്കുക 1024 ആണ്. എല്ലാ കുട്ടികളും 2⁻10ന്റെ പകുതി എന്താ എന്ന് ചോദിക്കുമ്പോൾ സാധാരണയായി കുട്ടികൾ 2⁻5 എന്നാണ് പറയുക. നോക്കൂ, അപ്പം ഇതിൻ്റെ ഈ ബന്ധം നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും എത്ര വ്യത്യാസമാണ് വന്നിരിക്കുന്നത്. അപ്പം 2⁻10ന്റെ പകുതി എന്ന് പറയുമ്പോൾ അതിനെ ഒരു 2 കൊണ്ട് ഹരിക്കുകയാണ്. അപ്പം നമുക്ക് 2⁻9 കിട്ടും. കറക്റ്റ് 512. ഓക്കെ, അടുത്ത ചോദ്യം നമുക്കൊന്ന് നോക്കാം. 2ൽ തന്നെ 2. റൈറ്റ് 1/3 ഓഫ് 3⁻12 വാസ് എ പവർ ഓഫ് 3. അതായത് 3⁻12ന്റെ 1/3 ഭാഗത്തിനെ 3ന്റെ കൃതിയായി എഴുതുക. 3⁻12ന്റെ 1/3 ഭാഗം, ഇതിൻ്റെ 1/3 ഭാഗം 3ന്റെ കൃതിയായിട്ട് എഴുതാൻ. അപ്പം നമുക്ക് എന്താ ചെയ്യേണ്ടത്? 3⁻12/3 ആണ് വരുന്നത്. 3 എന്ന് പറഞ്ഞാൽ 1. അപ്പം 1/3 ഭാഗം ആണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യണം? 3⁻12 കുറയ്ക്കണം 1 സമം 3⁻11 ആണ് വരുന്നത്. ഇവിടെ 3ന്റെ കൃതിയായി എഴുതാൻ പറഞ്ഞപ്പം ഈ കൃത്യംഗ രൂപത്തിൽ എഴുതിയാൽ മതി. 2ന്റെ കൃതിയായി എഴുതാൻ പറഞ്ഞപ്പം നമുക്ക് എന്ത് എഴുതിയാൽ മതി? 2⁻9 എഴുതിയാൽ മതി. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇപ്പം നമ്മൾ ചെയ്തത് പേജ് നമ്പർ 122 കണക്കുകളാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി പ്രവർത്തനങ്ങൾ നമുക്ക് പിന്നെ ചെയ്യാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. കൃത്യമായിട്ട് ഓരോ ചോദ്യവും 1 2 3 പ്രാവശ്യം നിങ്ങൾ സ്വയം ഒന്ന് ചെയ്ത് നോക്കുക. നമ്മൾ മെനക്കെടാതെ നമുക്ക് പറ്റില്ല. നന്നായിട്ട് പഠിച്ചാൽ പിന്നീട് ഒരു റിവിഷൻ്റെ പോലും ആവശ്യം നിങ്ങൾക്ക് വരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ബാക്കി പ്രവർത്തനങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരെ ലവ് യു ഓൾ. ബൈ.